ഉമ്മ ഡോക്ടറാകാൻ പോവാണോ? നിങ്ങക്ക് സന്തോഷായോ? ജയാൻ ഇനി അസുഖം വന്നു കഴിഞ്ഞാല് ഉമ്മ തന്നെ തരുള്ള ഇഞ്ചക്ഷൻ. ഉമ്മ ഡോക്ടറായില്ലേ? നീ ഉമ്മന്റെ കൂടെ ഹോസ്പിറ്റലിൽ പോവോ? ഡോക്ടറാകാൻ പോവോ? ഈ ഒരാളെ വെച്ചുകൊണ്ടാണ് സഹറ നീറ്റ് 2025 പ്രിപ്പയർ ചെയ്ത് ഓൾ ഇന്ത്യ ലെവൽ 4000 റാങ്ക് വാങ്ങിച്ചിരിക്കുന്നതും. എനിക്ക് സത്യം പറഞ്ഞ താല്പര്യം ഉണ്ടായിരുന്നില്ല. 5ാമത്തെ പ്രാവശ്യമാണ്. അപ്പൊ ഇനി എങ്ങോട്ട് എത്തുന്ന അറിയില്ല, കിട്ടുമോന്ന് അറിയില്ല. എനിക്ക് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു ആദ്യം. വല്ലാതെ ആഗ്രഹിച്ചാൽ ഇനി കിട്ടാതെ പോയ ഭയങ്കര സങ്കടമാവുമല്ലോ. പക്ഷെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഡോക്ടർ ആവുന്നുള്ള ഫീല്, ഒരു ആഗ്രഹം വന്നത്? +2 +1 ടൈമിലാണ് ഇതിനെ കുറിച്ച് കുറച്ചൊക്കെ അറിയുന്നത്. ഇങ്ങനെ എൻട്രൻസ് കോച്ചിങ് ഉണ്ട്, ഇതിനെ റിപ്പീറ്റ് ചെയ്യും. എനിക്ക് റെസിഡൻഷ്യൽ സിസ്റ്റം ഒന്നും അങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം MBBS കിട്ടാനുള്ള സ്കോർ ഇല്ലെങ്കിലും ഒരു സ്കോളർഷിപ്പ് ഒക്കെ കിട്ടാനുള്ള സ്കോർ ഉണ്ടായിരുന്നല്ലോ. എങ്ങനെ പാരന്റ്സ് അത് റിസീവ് ചെയ്ത്? ഇത് കിട്ടുന്നതായപ്പോ നമുക്ക് അത്രയും ആഗ്രഹം ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ പ്രാവശ്യം അവരൊക്കെ നല്ലോണം കണ്ടത്. ഞാൻ ചോദിച്ചപ്പോ അതാ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എങ്ങനെ നിങ്ങള് അങ്ങനെ വിടാൻ നിങ്ങൾക്ക് തോന്നിയ? പിന്നോട് പറഞ്ഞു, എനിക്കറിയായിരുന്നു ഈ പോയാൽ എനിക്ക് എന്തായാലും കിട്ടും. നിങ്ങൾ പ്രിപ്പറേഷനിൽ ചെയ്ത വേണ്ട എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ, വേണ്ടാന്ന് തോന്നുന്ന കാര്യങ്ങൾ ടെൻഷൻ ഉണ്ട്. ക്യാമ്പസിൽ വന്നപ്പോൾ സാറ് പറഞ്ഞിരുന്നു, ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പറിനെ വിലയിരുത്തരുത്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറ്റിയത് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നില്ല. എനിക്ക് പേടിയായിരുന്നു. നമ്മൾ സേഫ് സോണിൽ തന്നെ ഇരുന്ന്, കംഫർട്ട് സോണിൽ തന്നെ ഇരുന്നിട്ട് കാര്യമില്ല, കുറച്ച് റിസ്ക് എടുക്കണം. ഹായ് ഓൾ, ഇന്നൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് നീറ്റ് സ്റ്റോറി ആയിട്ടാണ് ഞങ്ങൾ മുന്നിൽ വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ഡോപ്പർ റെസിഡൻഷ്യലിലെ തന്നെ സ്റ്റുഡൻ്റ് ആണ് സഹറ. ഐ ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് ഇനി ഫ്യൂച്ചർ ഡോക്ടർ സഹറ ആവാൻ പോകുന്ന പേഴ്സണാണ്. ആൻഡ് ഈ കഴിഞ്ഞ നീറ്റിൽ 575 അല്ലേ, 575 മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട് സഹറ. സോ അതൊന്നുമല്ല സഹറിനെ കുറിച്ച് എസ്പെഷ്യലി ആക്കുന്നത്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്റ്റോറി ആക്കുന്നത്. സഹറ പ്രിപ്പയർ ചെയ്തത് ഈ ഒരാളെ വെച്ചുകൊണ്ടാണ്. സഹറ നീറ്റ് 2025 പ്രിപ്പയർ ചെയ്ത് ഓൾ ഇന്ത്യ ലെവൽ 4000 റാങ്ക് വാങ്ങിച്ചിരിക്കുന്നതും 575 അല്ലേ, 575 മാർക്ക് വാങ്ങിച്ചിരിക്കുന്നു. എന്താ ചെയ്യാൻ ഉമ്മൻ്റെ നല്ല മാർക്ക് വാങ്ങിച്ച് എന്താ പറയാനുള്ളത്? അടിപൊളിയായോ? അടിപൊളിയായി. ഉമ്മ ഡോക്ടറാകാൻ പോവാണോ? ആണ്. നിനക്ക് സന്തോഷമായോ? ഉമ്മ അല്ലാണ്ട് ഉമ്മ പഠിക്കാൻ പോയില്ലേ കുറെ കാലം അല്ലേ? പഠിക്കാൻ പോയപ്പോ നീ ഒറ്റക്കായിരുന്നോ വീട്ടില്? അപ്പൊ എന്താ ഉണ്ടായിരുന്നത്? ആരാ നോക്കിയിരുന്നു ചെയ്യാനെ? മമ്മന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പൊ മമ്മനെ കാണാൻ തോന്നുമ്പോയോ? മമ്മ പഠിക്കാൻ പോകുമ്പോ കരയോ? ഇല്ല. മമ്മ ഡോക്ടർ ആവാൻ വേണ്ടിട്ടാണ് പഠിക്കാൻ പോയത്. എന്റെ ഉമ്മാനെയാണ് അമ്മ വിളിക്കുന്നത്. ഉമ്മന്ന് വിളിക്കോ? ഓക്കെ. എന്നിട്ട് പറ, ഉമ്മ പഠിക്കാൻ പോകുമ്പോഴോ? ഡോക്ടർ ആവാൻ പോകുന്നോണ്ട് ജയാന് വിഷമായോ? ഒരു വർഷം അമ്മ ഡോപ്പയിൽ ഇരുന്ന് ഇങ്ങനെ പഠിക്കുകയായിരുന്നു. വിഷമായോ? ഇല്ല. ജയാൻ ഇനി അസുഖം വന്നു കഴിഞ്ഞാല് ഉമ്മ തന്നെ തരൂല ഇഞ്ചക്ഷൻ. ഉമ്മ ഡോക്ടറായില്ലേ? ഉമ്മ ഡോക്ടറായില്ലേ? നീ ഉമ്മ തന്നെ ഇഞ്ചക്ഷൻ തരുമോ ജയാന്? തരും. നീ ഉമ്മന്റെ കൂടെ ഹോസ്പിറ്റലിൽ പോവോ? ഡോക്ടറാകാൻ പോവോ? സന്തോഷായോ അപ്പോ? ഓക്കെ. എങ്ങനെയാണ് ആ ഒരു ഫീൽ വന്നത്? ഇപ്പൊ മോനെ വീട്ടിലിരുത്തിക്കൊണ്ട് ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസിൽ ഇരുന്ന് പഠിക്കുക എന്നുള്ള ആ പ്രോസസ്സിലേക്ക് എങ്ങനെ എത്തിയത്? അത് ഞാൻ ഓൺലൈനായിരുന്നു. എന്റെ 5ാമത്തെ അറ്റംപ്റ്റ് ആണ്. 4 അറ്റംപ്റ്റും ഞാൻ ഓൺലൈൻ തന്നെ ആയിരുന്നു. +2 കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ടുള്ള 5 അറ്റംപ്റ്റ്സ് ആയിരുന്നോ, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു? +2 കഴിഞ്ഞിട്ട് അപ്പൊ എന്റെ കല്യാണം, +2 കഴിഞ്ഞിട്ട് എന്ന് പറയാനില്ല, +2ന്റെ മുന്നേ +2 എക്സാമില് കല്യാണം കഴിഞ്ഞിട്ടാണ് എക്സാം എഴുതാൻ പോയി. ആ ടൈമില് എന്റെ കല്യാണം കഴിഞ്ഞു. പിന്നെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ. അന്നൊക്കെ പിന്നെ +2 കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്തിട്ട് നീറ്റ് എഴുതാന്നാണല്ലോ. +2ന്റെ കൂടെ എഴുതാന്ന് അത്രക്ക് ഇതില്ലല്ലോ. ഇപ്പൊ ഉണ്ട്. അന്നൊരു 5 വർഷം മുന്നേ അതായിരുന്നു ട്രെൻഡ്. അപ്പൊ പിന്നെ കല്യാണമായി. പിന്നെ അങ്ങനെ അപ്പൊ ആളോട് പറഞ്ഞു, ഇരിക്കാൻ ഒരു ആഗ്രഹം ഉണ്ട്, പഠിക്കണം. അപ്പൊ ആള് പറഞ്ഞു അതിന് കുഴപ്പമൊന്നും ഇല്ല പറഞ്ഞിട്ട് സപ്പോർട്ടിങ് ആയിരുന്നു. +2ലൊക്കെ നല്ല മാർക്ക് ഉണ്ടായപ്പോ ആളും ഫാമിലിയും ഒക്കെ ഇഷ്ടായിരുന്നു ഇങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞപ്പോ പ്രശ്നമൊന്നുമില്ല, ഗവൺമെന്റിലാണെങ്കിൽ നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ അങ്ങനെ ഓൺലൈനായിട്ട്, പിന്നെ ഞാൻ പ്രഗ്നന്റ് ആയി. അപ്പൊ ഓൺലൈനായിട്ട് തന്നെ ചേർന്നു. പിന്നെ ആ സമയത്ത് ഓൺലൈൻ തന്നെ ആയിരുന്നു. കാരണം കൊറോണ 2020ലായിരുന്നു. അപ്പൊ കറക്റ്റ് കൊറോണ ടൈം. എവിടെ എല്ലായിടത്തും ഓഫ്ലൈൻ പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളില്ലായിരുന്നു. ഓഫ്ലൈനില് പിന്നെ ഒക്കെ ഡൗൺ ആക്കി. എത്ര വയസ്സായി? സേന 4 വയസ്സ്. ആഗ്രഹം തുടങ്ങിയ മുട്ടിട്ട് വളർന്ന ഈ ആഗ്രഹമാണ് ഈ സൈസിൽ കാണുന്നത് അല്ലേ? അപ്പോ ആ സമയത്ത് ഓൺലൈൻ ഉണ്ടായത് കൊണ്ട് എല്ലാരും പിന്നെ ഓൺലൈനായി. അപ്പൊ ഞാനും ഓൺലൈൻ ചേർന്നു. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് ഒരു ഐഡിയ കിട്ടിയിരുന്നില്ല എങ്ങനെ പഠിക്കണം. എല്ലാരും
എന്തോ അങ്ങനെ ആയിരുന്നല്ലോ സിസ്റ്റം. +2 കഴിയുക, പിന്നെ റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ കുറെ പേർക്ക് കിട്ടും, കുറെ പേർക്ക് കിട്ടൂല. മാർക്കിന്റെ സീക്വൻസ് ഒന്ന് പറയോ ഓരോ ഇയർലിയും? ആദ്യത്തോട്ട് റിപ്പീറ്റ് ചെയ്തപ്പോ 416 കിട്ടി, പിന്നെ 464 കിട്ടി, പിന്നെ 560, പിന്നെ 639 കഴിഞ്ഞ വർഷം, പിന്നെ ഇപ്പോ 575. 639 നല്ലൊരു എക്സ്പെക്ടേഷൻ ഉള്ള ഒരു കാര്യമായിരുന്നു വെരി ലാസ്റ്റ് ഇയറിൽ അല്ലേ? അപ്പോഴും ഓൺലൈനാണ് പഠിച്ചത് അല്ലേ? കഴിഞ്ഞ വർഷം ആ ബ്രിമ്മിലെത്തി നിൽക്കുന്ന സമയത്ത് യെസ് ഇനി അത് വെച്ച് എങ്ങോട്ടെങ്കിലും പോവാന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ ഗവൺമെന്റ് BDS അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല ഓപ്ഷൻസും കിട്ടുമായിരുന്നു. അപ്പോൾ അത് വെച്ചുകൊണ്ട് പോവണ്ട, അല്ലെങ്കിൽ വീണ്ടും ഒരു വർഷം താമസിച്ച് പഠിക്കുക എന്നുള്ള ഡിസിഷൻ വിത്ത് എ ബേബി ഒരു ബിഗ് ഡിസിഷൻ ആയിരുന്നു. എങ്ങനെ വന്നത് അത് ഫാമിലിയിൽ? മീൻസ് എങ്ങനെയാണ് ആ ഒരു? എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഓക്കെ, അത് അങ്ങനെ നല്ല പ്രിപ്പയർ ചെയ്തിരുന്നു കേട്ടോ. അതിനനുസരിച്ചിട്ട് നല്ല പ്രിപ്പയർ ചെയ്തിരുന്നു. പക്ഷെ ആ സമയത്ത് നല്ല ഡൗൺ ആയി. റിസൾട്ട് വന്നു, റാങ്ക് ഒക്കെ കണ്ടപ്പോ എന്തായാലും ഗവൺമെന്റിൽ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോ നല്ല ഡൗൺ ആയി. ഓളെ എഫേർട്ട് അത്രയും ഉണ്ടായിരുന്നു. ഓള് എന്റെ വീട്ടില് കല്യാണം, ഇപ്പൊ എന്റെ ജ്യേഷ്ഠത്തിന്റെ കുട്ടിയുടെ കല്യാണം, എന്റെ ആങ്ങളുടെ കല്യാണം ഒക്കെ ഉണ്ടായപ്പോഴും അവള് കല്യാണത്തിനൊന്നും പോന്നിട്ടില്ല. അവൾ ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ വരിക, അവള് പോകുന്നിരുന്നു പഠനത്തിലേക്ക്. അത്രയും അതാ ഞാൻ പറഞ്ഞത്, ഇത്രയും റിസ്ക് എടുത്താലാണ് MBBS കിട്ടുക എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരുന്നില്ല. കുറെ പേര് ഫാമിലിയിലൊക്കെ ചോദിക്കുമല്ലോ ഇനി എന്താ ചെയ്യാ. അപ്പൊ ഞാൻ മൊത്തം ബ്ലാങ്ക് ഔട്ട് ആവും. എനിക്ക് അങ്ങോട്ട് ആലോചിക്കണത് ഇഷ്ടമല്ല. അങ്ങനെ ആയി. ഭയങ്കര എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല അതിന്റെ അപ്പുറം എന്ത്. കാരണം ഞാൻ അത്രയും ഒരു 4 വർഷമായിട്ട് എന്റെ സ്വപ്നം ഇതന്നെ. ഇത് കിട്ടുന്നതായപ്പോ പിന്നെ ഞാൻ ഇതിൽ സ്വപ്നം കണ്ടു തുടങ്ങുമല്ലോ നമ്മള്. ഡോക്ടർ എന്നുള്ളതിൽ ഇപ്പം ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ആയുഷിലേക്ക് പോകാൻ പറ്റും, BDS അല്ലെങ്കിൽ BDS പോകാൻ പറ്റും, ഹോമിയോ ആയുർവേദയിലേക്ക് പോകാൻ പറ്റും. അപ്പൊ അതൊന്നും ചൂസ് ചെയ്യാണ്ട് നിൽക്കാനുണ്ടായ കാരണം എങ്ങനെയാണ് ഡോക്ടർ ആവുന്നുള്ള ഫീല്, മീൻസ് ഒരു ആഗ്രഹം വന്നത്? അത് അങ്ങനെ അതൊരു കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണോ? അങ്ങനെയൊന്നുമില്ല. +1 ടൈമിലാണ് ഇങ്ങനെ ഇതിനെ കുറിച്ച് ഓരോ കുട്ടികൾ ഇങ്ങനെ പറയുമ്പോ ഇതിനെ കുറിച്ച് കുറച്ചൊക്കെ അറിയുന്നതും, ഇങ്ങനെ ഒരു എൻട്രൻസ് കോച്ചിങ് ഉണ്ട്, ഇതിനെ റിപ്പീറ്റ് ചെയ്യും, ഇങ്ങനെ എക്സാം ഉണ്ട്, മെയിൻ എക്സാം, ഇതിന്റെ പാറ്റേൺ ഒക്കെ അറിഞ്ഞത് +2 അല്ല ടീച്ചേഴ്സിലോ അല്ല ഗവൺമെന്റ് സ്കൂളിലായിരുന്നു. എത്ര മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട് +2? എനിക്ക് 98 നല്ല സ്കോർ ആണ് ചെയ്തിട്ടുണ്ട്. 98% അറൗണ്ട്. ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് ആണോ? സ്കൂളിൽ സെക്കൻഡ് ആയിരുന്നു. ഓക്കെ. അപ്പൊ നല്ല മാർക്ക് ആ സമയത്ത് വാങ്ങിച്ചിട്ടുണ്ട് +2 അല്ലേ? ഇനി ആ ഡിസിഷൻ, ഫാമിലി ആ ഡിസിഷൻ ഫോം ചെയ്ത് വന്നത് എങ്ങനെ? അല്ല, അവർക്കൊക്കെ എന്റെ ആഗ്രഹം എന്താണോ അതിന്, ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ആണേലും എന്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്ന ആളായിരുന്നു. അപ്പൊ ആള് ഇങ്ങനെ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഓക്കെ ഈ പഠിച്ചു പറഞ്ഞു. അപ്പൊ പഠിച്ചപ്പോ ഒരു ആവറേജ് സ്കോർ, അത്ര നല്ല സ്കോർ ഒന്നും ആയിരുന്നില്ല. പിന്നെ ആ സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആയി, ഡെലിവറി ഒക്കെ ആയിട്ട് എന്തായാലും എനിക്ക് കുറച്ച് ബ്രേക്ക് എടുക്കണം. അപ്പൊ ഞാൻ ഓൺലൈനായിട്ട്, പിന്നെ ആ സമയത്ത് ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ വന്ന്, അപ്പൊ ഓൺലൈൻ നല്ല അവസരങ്ങൾ വന്നു. മറ്റേത് ഓഫ്ലൈനിൽ ഉണ്ടായിരുന്ന അതേ രീതിയിൽ നമുക്ക് ഏകദേശം ഓൺലൈനിൽ കിട്ടാൻ തുടങ്ങിയപ്പോ ഇങ്ങനെ ഓൺലൈൻ പഠിക്കാൻ വിചാരിച്ചിട്ട് വീണ്ടും ഓൺലൈനിൽ ചേർന്നു. പിന്നെ ഇപ്പൊ മോന് 2 വയസ്സൊക്കെ ആയപ്പോ പിന്നെ ഞാൻ തന്നെ പിന്നെ കേറിയിട്ടും കേറുന്നില്ല, മാർക്ക് ഒരു പരിധിക്കപ്പുറം ശരിയാവണില്ല. അപ്പൊ പിന്നെ നിങ്ങൾ ചിന്തിച്ചു ഒരു ഓഫ്ലൈൻ തന്നെ ഇരുന്ന് പഠിച്ചു നോക്കാന്നുള്ളത്? അല്ല, പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ട് വന്നു. കഴിഞ്ഞ പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്നെ കൊണ്ട് പരമാവധി പറ്റണൊക്കെ ഞാൻ നോക്കിക്കണ്, അത്രയും ഞാൻ എഫേർട്ട് അത്യാവശ്യം ഇട്ടിക്കണ്. അപ്പൊ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം റിസൾട്ട് വന്ന ആകെ ഡൗൺ ആയി. പിന്നെ അപ്പോഴാണ് ഞാൻ നിർത്തിപ്പോവാ. ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് മതി, നിർത്തിപ്പോവാ, ഇനി എന്നെ കൊണ്ട് പറ്റൂല. കാരണം ഞാൻ ഓൾറെഡി ഭയങ്കര സ്ട്രെസ് ഉള്ള ആളാ. അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടി ആയപ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ലാസ്റ്റിക്കൊക്കെ ആയപ്പോ എങ്ങനെയും ഒന്ന് എക്സാം ഒക്കെ കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നായപ്പോ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. പുറമെ ഞാൻ ഭയങ്കര ഡൗൺ ആയി. പിന്നെ ഞാനിങ്ങനെ വേറെ കോഴ്സ് പോയി നോക്കിയാലോ എന്ന് വിചാരിച്ച് ആ ഒരു മൈൻഡിക്ക് ഇങ്ങനെ ഇന്നെ തന്നെ റെഡിയാക്കി വരുമായിരുന്നു. അപ്പോഴാണ് എന്റെ ഹസ്ബൻഡിനോട് ഇങ്ങനെ സംസാരിച്ചപ്പോ ആളിനോട് ഇങ്ങനെ പറഞ്ഞു, നീ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈന് ഹസ്ബൻഡാണ് അങ്ങനല്ല, ആളും കൂടി എന്റെ കൂടെ എന്നെ നിർബന്ധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ വേറെ ഏതെങ്കിലും കോഴ്സിന് പോയിരുന്നു. പക്ഷെ ആൾക്ക് ഒന്നിനും നിർബന്ധം ഉണ്ടായിരുന്നില്ല. ആള് പറഞ്ഞു നിനക്ക് അതാണ് താല്പര്യം, നിനക്ക് അത് അത്രയും ആൾ കണ്ടതാണല്ലോ ഞാൻ പഠിച്ചതും ആള് നല്ലോണം കണ്ടതാ. അപ്പൊ ആള് എന്ത് പറഞ്ഞു, ആളിനോട് പറഞ്ഞു എന്താ ഈ എനിക്ക്
എനിക്ക് നല്ല ഇഷ്ടമുള്ളതാണ്, എനിക്കറിയാം, അപ്പൊ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി ഒന്നും കൂടി. പക്ഷെ ഇപ്രാവശ്യം പോകുമ്പോ ഓഫ്ലൈൻ ആവണം എന്ന് ആള് പറഞ്ഞിരുന്നു. കാരണം ഓൺലൈനിന് അതിൻ്റെതായ ഇപ്പൊ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, പിന്നെ പഠിക്കും വേണം. അപ്പൊ ഒരു കുട്ടിയെ വെച്ചിട്ട് ഓഫ്ലൈൻ ആയിട്ട് പഠിക്കുന്ന സിസ്റ്റം ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് റെസിഡൻഷ്യൽ ആയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. അതായത് ബേബി ഉണ്ട്, ബേബി വീട്ടിലോ ഹസ്ബൻഡിന്റെ അടുത്തോ ആയിരിക്കും, എന്നിട്ട് നിങ്ങൾ താമസിച്ച് പഠിക്കുകയാണ്. അത് സജസ്റ്റ് ചെയ്തായിരുന്നു, ഹസ്ബൻഡ് തന്നെ സജസ്റ്റ് ചെയ്താണോ നിങ്ങൾ ഡിസൈഡ്? അല്ല, എനിക്ക് റെസിഡൻഷ്യൽ സിസ്റ്റം ഒന്നും അങ്ങനെ അറിയണ്ടായിരുന്നില്ല. പിന്നെ ഞാനിങ്ങനെ നമ്മൾ അന്വേഷിക്കുമല്ലോ. പിന്നെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം MBBS കിട്ടാനുള്ള സ്കോർ ഇല്ലെങ്കിലും ഇപ്പൊ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടാനുള്ള സ്കോർ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഡോപ്പയിൽ വന്നത് അങ്ങനെ സ്കോളർഷിപ്പ് കൊടുക്കാൻ തന്നെയാണ്. അപ്പൊ ഞാനിങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് ഇങ്ങനെ അറിയുമ്പോ അപ്പൊ എനിക്ക് കുറച്ച് കുട്ടികളുള്ള, എന്നാലേ നമുക്ക് കൂടുതൽ കെയർ കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങനെ വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കി ഇങ്ങനെ വന്ന് ഇവിടെ വന്നപ്പോ നിക്കാന്നൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒന്ന് നോക്കാം ഡോപ്പിനെ കുറിച്ച് എങ്ങനെയാ അറിഞ്ഞത്? അറിയുന്ന ആൾക്കാരോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു ഡോപ്പിനെ കുറിച്ച് അവരുടെ അഭിപ്രായം എന്താ. അപ്പോ ഇങ്ങനെ കുറെ നല്ല അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് അങ്ങനെ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം. അല്ലാതെ നമ്മൾ നോക്കിയാലല്ലേ അറിയുള്ളൂ, പുറത്തുനിന്ന് കാണുന്നതല്ലല്ലോ ഉള്ളിൽ. അപ്പൊ ഞാൻ വന്ന് നോക്കാം, പറ്റുകയാണെങ്കിൽ നിക്കാം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കോഴ്സ് എടുത്ത് പോകും. ഫസ്റ്റ് തന്നെ ഡോപ്പയുടെ റെസിഡൻഷ്യൽ തന്നെയാണോ ട്രൈ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഓഫ്ലൈനിൽ ഏതെങ്കിലും സെന്ററിൽ നിന്ന് ക്ലാസ് ആയിട്ട് പോകുന്നതായിരുന്നു? അല്ല, ഞാൻ പറഞ്ഞല്ലോ ഓവറോൾ ഒരു നല്ല അഭിപ്രായം. അത് മുന്നുള്ള വർഷം ഞാൻ പറഞ്ഞു പഠിക്കാൻ തുടങ്ങിയ സമയത്ത് നമ്മുടെ ഓഫ്ലൈൻ സെന്ററിൽ വന്ന് ക്ലാസ് കേട്ടെന്ന് പോകുന്ന രൂപമാണോ, അല്ലെങ്കിൽ തുടക്കം തന്നെ റെസിഡൻഷ്യൽ ആയിട്ട്? ഞാൻ തുടക്കം മുതൽ തന്നെ ഇങ്ങനെ റെസിഡൻഷ്യൽ ആയിട്ട് ഞാൻ വിളിച്ചപ്പോ ഓരിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൽ എനിക്ക് ഓഫ്ലൈൻ ആണെങ്കിൽ ഇപ്പൊ വന്നു പോകാൻ വീട് അടുത്തല്ല. അപ്പൊ പിന്നെ റെസിഡൻഷ്യൽ ആണ് എന്തായാലും ഇറങ്ങി, ഇത് പഠിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് അതില് ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് ട്രൈ ചെയ്യണമെന്നായിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെ വന്ന് നോക്കാന്ന് ഉള്ള രീതിയിലായിട്ട് വന്നു. പിന്നെ കുറച്ച് ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു, ഈ പറഞ്ഞ മാതിരി കോളിങ്ങിൻ്റെതാണെങ്കിലും. പിന്നെ ലീവും വല്ലാതില്ല, മാസത്തില് 3 ദിവസമാണ് ഇവിടെ ലീവ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മൾ അതിലേക്ക് തന്നെ കിടക്കാം. നിങ്ങളിപ്പം കഴിഞ്ഞ വർഷത്തെ ഓൺലൈൻ പഠിച്ചു, അതിന്റെ എക്സ്പീരിയൻസ് ഓൺലൈൻ ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു അല്ലെ, ടോപ്പിലല്ലായിരുന്നല്ലോ ഉള്ളത്. അപ്പൊ അത് കഴിഞ്ഞ് പുതിയതായി ടോപ്പിനെ കുറിച്ച് അറിഞ്ഞു, റെസിഡൻഷ്യൽ തന്നെ വെക്കാന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് റെസിഡൻഷ്യലാണ് ഒന്നുകൂടി നന്നായി തോന്നിയത്. കാരണം നമ്മള് എങ്ങനെയാണെങ്കിലും നമ്മള് ഒന്ന് ഗെറ്റപ്പ് ആയിട്ട് റെഡി ആയിട്ട് വേണം വേറൊരു സ്ഥലത്തില് പഠിക്കാൻ പോകാൻ. റെഡി ആവാൻ അതിനെന്തായാലും കുറച്ച് സമയം എടുക്കും. കഴിഞ്ഞ വർഷം ഏത് മാസത്തിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രിപ്പറേഷൻ? ഞാൻ ഓഗസ്റ്റിലാണ് ഇങ്ങോട്ട് വന്നത്. അതുവരെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വന്നിട്ട് നോക്കി നോക്കാം, എനിക്ക് ഇവിടെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിൽക്കും, അല്ലെങ്കിൽ വേഗം വീട്ടിലേക്ക് പോവുക, അല്ലെങ്കിൽ എങ്ങനെ പഠിക്കാൻ ചെയ്യുമെന്ന് ചോദിച്ചിരുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ വന്നു, നമ്മുടെ റെസിഡൻഷ്യലിൽ നിന്നു. നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് നിങ്ങൾ ഡിസൈഡ് ചെയ്തു. പാരൻസിന്റെ റെസ്പോൺസ് എന്തായിരുന്നു ആ സമയത്ത്? കാരണം എനിക്കറിയാം, ഞാൻ തന്നെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് കേട്ട് ശീലിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. ആസ് എ പാരന്റ് എന്നുള്ള രൂപത്തിൽ മോള് കുട്ടിയെ ഇവിടെ ആക്കിക്കൊണ്ട് പഠനത്തിന് പോവാ. എങ്ങനെ പാരന്റ്സ് അത് റിസീവ് ചെയ്ത്? എനിക്ക് അത്രയും ലാസ്റ്റ് ഒക്കെ നമ്മള് പിന്നെ ഇത് കിട്ടുന്നതായപ്പോ നമുക്ക് അത്രയും ആഗ്രഹം ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ പ്രാവശ്യം അവരൊക്കെ നല്ലോണം കണ്ടത്. അവർക്ക് നല്ലൊരു ട്രസ്റ്റ് ഉണ്ട്. അവർക്ക് പോയി പഠിച്ചെന്റെ ഹസ്ബൻഡും ഞാൻ ചോദിച്ചപ്പോ അതാ പറഞ്ഞത്. ഞാൻ ചോദിച്ചു, എങ്ങനെ നിങ്ങള് അങ്ങനെ വിടാൻ നിങ്ങൾക്ക് തോന്നിയ? പിന്നോട് പറഞ്ഞു, എനിക്കറിയായിരുന്നു എനിക്ക് ഈ പോയാൽ എനിക്ക് എന്തായാലും കിട്ടും, അങ്ങനെ അറിയായിരുന്നു. ആത്മാർത്ഥമായ ട്രൈ തന്നെയാണ് അതിലേക്ക് എല്ലാവർക്കും സപ്പോർട്ടിൽ കൊണ്ടുവരാൻ സഹായിച്ചതല്ലേ? നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ആ ട്രൈ കണ്ട സമയത്ത് ഇത് ശരിക്ക് ഒരു ലാപ്സായി പോകുന്ന ട്രൈ ആയിരിക്കൂല, വെരി സ്ട്രോങ് ആണ് എന്ന് അവർക്കൊക്കെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിലീഫ് കിട്ടി. അവർക്ക് മനസ്സിലായല്ലോ. ഞാൻ അതിനായിട്ട് ഇരുന്നിപ്പോ ഓൺലൈനിൽ പറഞ്ഞപ്പോ എനിക്ക് വേറെ കാര്യങ്ങളും നോക്കാണ്ടല്ലോ. അപ്പൊ പിന്നെ അതൊന്നും ഇല്ലാതെ ഒരു എക്സ്ട്രാ വേറെ ഒരു കാര്യങ്ങളും ഇല്ലാതെ ഞാൻ നല്ലോണം പഠിച്ചാല് ഉറപ്പായിരുന്നു. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ റെസിഡൻസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഉറപ്പില്ലായിരുന്നു മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത്. ആ സമയം ഒന്ന് ഡിഫൈൻ ചെയ്യും. അതായത് വീട്ടിലേക്ക് ഇടക്ക് മോനെ വിളിക്കണം. വന്ന ടൈമിൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം എനിക്ക് സത്യം പറഞ്ഞ താല്പര്യം ഉണ്ടായിരുന്നില്ല. താല്പര്യം ഇല്ലായിരുന്നു. എനിക്ക് ഇനി ഇത് എങ്ങോട്ട് എത്തും, 5ാമത്തെ പ്രാവശ്യമാണ്. അപ്പൊ ഇനി എങ്ങോട്ട് എത്തും അറിയില്ല, കിട്ടുമോന്ന് അറിയില്ല. ഇതങ്ങനത്തെ ഒരു സാർ പറഞ്ഞ മാതിരി ലോ പ്രോബിലിറ്റി ഉള്ള കാര്യമാണല്ലോ. അപ്പൊ പിന്നെ കിട്ടുമെന്ന് അറിയില്ല. അപ്പൊ പിന്നെ എനിക്ക് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു ആദ്യം.
പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും മോട്ടിവേഷൻ, എന്തെങ്കിലും ഒരു ഫയർ ഇവിടുന്ന് കിട്ടിയാല് അതില് കേറി പോവാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ഇങ്ങനെ എല്ലാരെയും കണ്ട് പഠിച്ച്, ഇവിടെ ഇങ്ങനെ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാരെയും കണ്ട് അവരൊക്കെ ഇതിന് ഇത്ര ആത്മാർത്ഥമായിട്ട് നോക്കുന്നത് കണ്ടപ്പോ എനിക്കും ഭയങ്കര കൗതുകമായി. പിന്നെ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോയി. അതാണ് സത്യം പറഞ്ഞാല്. പിന്നെ ലാസ്റ്റിക്കൊക്കെ ആയപ്പോ ഒരു ഇങ്ങനെ നല്ല മാർക്ക്, ലാസ്റ്റ് മോക്ക് ടെസ്റ്റിലൊക്കെ നല്ല മാർക്ക് വന്നപ്പോ ഭയങ്കര കുറച്ച് കോൺഫിഡൻസ് കൂടി, അങ്ങനെ റെഡിയാക്കി വന്നതാ. എന്തൊക്കെ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു? അതായത് ഓഗസ്റ്റ് കഴിഞ്ഞത് മുതൽ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ പഠനം കണ്ടിന്യൂ ചെയ്യാൻ തോന്നിയ ഹെൽപ്ഫുൾ ആയിട്ടുള്ള അതിൽ ഒരു കാര്യം പറഞ്ഞു, നല്ലൊരു കമ്പാനിയൻസിനെ കിട്ടി. നമുക്ക് ഓൺലൈൻ പഠിക്കുമ്പോ എനിക്ക് കുറെ കാര്യങ്ങൾ അറിയണ്ടായിരുന്നില്ല. അതായത് എന്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയണ്ടായിരുന്നില്ല. അത് കുറെ കാര്യങ്ങൾ എനിക്ക് തിരിച്ചറിവെത്തിയത് ഇവിടെ വന്ന് ഓരോ എക്സാംസ് എഴുതി നോക്കുമ്പോ എനിക്ക് എന്താണ് മിസ്റ്റേക്ക് വരുന്നത് നമുക്ക് മനസ്സിലാവുന്നത് വേറെ ആണല്ലോ. വേറൊരാള് പറഞ്ഞു തരുന്നതിനേക്കാൾ എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഇവിടെയാണ് പ്രശ്നം, ഞാൻ പഠിക്കണതിൽ എവിടെയാണ് പ്രശ്നം. പിന്നെ ഈ പറഞ്ഞ മാതിരി കൂടെ ഉള്ളവരോട് നമ്മള് അവരെങ്ങനെ ചെയ്യണത്, അവരോട് ഒരു ഒപ്പീനിയൻ ചോദിക്കാലോ. എങ്ങനെ അവരും ഹെൽപ്ഫുൾ ആയിരുന്നു. ഫാക്കൽറ്റീസ് ക്ലാസ്സിന് വരുമ്പോൾ ഒക്കെ ഈവൻ തോ നിങ്ങൾ 4 വർഷം പഠിച്ചതാണ്, എന്നിട്ടും പഠിപ്പിക്കുന്ന സമയത്ത് ഓഫ്ലൈൻ ആയിട്ട് വന്ന് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സമയത്ത് പുതിയതായിട്ട് പലതും ലേൺ ചെയ്യാൻ പറ്റിയിരുന്നോ? പുതിയതായിട്ട് ലേൺ ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷെ ഈ പറഞ്ഞ മാതിരി നല്ല ചെറിയ ചടപ്പ് നല്ലോണം ഈ തന്നെ പഠിക്കണതിന്റെ ഒരു ചടപ്പ് ഉണ്ടായിരുന്നു 5 വർഷം. പക്ഷെ പിന്നെ ഞാൻ ലാസ്റ്റ് ഞാൻ ആലോചിക്കാതെ ഇവിടെ വന്നത് ചടച്ചിരിക്കാനോ സങ്കടപ്പെടാനോ ഒന്നിനല്ലല്ലോ. ഇവിടെ ഇത്രയും റിസ്ക് ഒക്കെ എടുത്തിട്ട് ഇവിടെ വന്നത് പഠിക്കാനല്ലേ. അപ്പൊ പിന്നെ പഠിക്കണം എന്നുള്ള ഒരു ഇതില് ഫാക്കൽറ്റീസിനൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ ആരാ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു? അതെല്ലാരും ബെസ്റ്റ് തന്നെയായിരുന്നു. ഇപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് എന്തേലും ഇപ്പൊ ചില സാർമാരൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല മോട്ടിവേഷൻ ആൾക്കാർ ഇങ്ങനെ പറയും ക്ലാസ് കഴിഞ്ഞിട്ട് കുറച്ചൊരു 5 മിനിറ്റോ 10 മിനിറ്റോ പറയും. പക്ഷെ ചില സമയത്ത് നമ്മൾ നല്ല ഡൗൺ ആയിരിക്കുന്ന ടൈം ആയിരിക്കും. അപ്പൊ നമുക്ക് ശരിക്കുള്ളിൽ തട്ടണ മാതിരി ഭയങ്കര അപ്പൊ ഒരു ഭയങ്കര സമാധാനാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു നല്ല അങ്ങനെ പറയണില്ല, കാരണം മെന്റർ നെഹ്ല മെന്ററും ഉണ്ടായിരുന്നു, ദൃശ്യ മെന്ററും ഉണ്ടായിരുന്നു. അവര് ഈ പറഞ്ഞ മാതിരി ചില്ലാക്കാനാണെങ്കിൽ ക്ലാസ്സിൽ വന്നിട്ട് നല്ല ചില്ലാക്കും, പേടിപ്പിക്കാനാണെങ്കിലും ക്ലാസ്സിൽ വന്ന് നല്ല പേടിപ്പിക്കും. അത്യാവശ്യം എന്നാലും ഒരു ചിൽ മോഡ് തന്നെ ആയിരുന്നു. എല്ലാ മന്തും 3 ദിവസം ലീവ് കിട്ടുമ്പോ മോനെ കാണാൻ പോവുക, അല്ലെങ്കിൽ ഏത് സമയത്ത് തിരിച്ച് അവരിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നോ? ഒരു 2-3 പ്രാവശ്യം അവരെ വിസിറ്റിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനങ്ങനത്തെ ബുദ്ധിമുട്ട്, അവനൊന്ന് സെറ്റായ പിന്നെ അവന് റെഡി ആവും. അപ്പൊ പിന്നെ ആൾക്ക് പിന്നെ കൊറേ വേറെയും ആൾക്ക് കളിക്കാന്നുള്ള മൈൻഡാണല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ സംഭവം നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ടിംഗ് ആയിരുന്നു ഫാക്ടേഴ്സ് ഒക്കെ അല്ലേ? ചിലപ്പം കുട്ടികളൊക്കെ ഇത്ര ഇതിനേക്കാളും വാശി പിടിച്ച് കരയുന്ന പിള്ളേരൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. അപ്പം മദേഴ്സിന് പഠിക്കാൻ പോകാന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ മാത്രമല്ല, ഞങ്ങളിപ്പം PG കോച്ചിങ് നടത്തുന്നുണ്ട്. അതിലിപ്പോൾ MBBS കഴിഞ്ഞ് MD MS-നൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പലർക്കും ബേബിനെ വെച്ച് പ്രിപ്പയർ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ട് കാണാറുണ്ട്. അപ്പോ അതും നിങ്ങൾക്ക് ഫേവറിംഗ് ആയിരുന്നു. ഹസ്ബൻഡ് നല്ല സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ട്. അത് എന്താന്ന് വെച്ചാൽ ഇവന് ഉണ്ടായ മുതലേ ഇതല്ലേ കാണുന്നത്, ഞാൻ പഠിക്കുക. അപ്പൊ അവന്റെ ഒരു പാർട്ടായ മാതിരിയാണ് അത്. ഈ ഒരു അമ്മ പഠിക്കാൻ പോവാന്നുള്ളത് അവൻ ചെറുപ്പം മുതലേ കണ്ടുകൊണ്ട് അതൊരു ലൈഫിന്റെ പാർട്ടായിട്ട് തന്നെ അവനെ റിസീവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ? ഈ വർഷം പഠിക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തിനേക്കാളും ബെറ്ററായി ചെയ്ത കാര്യങ്ങൾ കുറച്ചുകൂടി മേ ബി മാർക്ക് നോക്കുകയാണെങ്കിൽ 575, പക്ഷേ അത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് അടക്കം കിട്ടാൻ പോകുന്ന മാർക്ക് വിട്ടതാണ്. മേ ബി കേരള റാങ്ക് വന്നാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു കാലിക്കറ്റ് അല്ല നിങ്ങൾ എടുക്കുന്നത് അല്ലേ? അല്ല, എവിടാണ്? എനിക്ക് മൈസൂർ മെഡിക്കൽ കോളേജ് പോകണമെന്നാണ് എന്റെ ആഗ്രഹം. എന്റെ ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യുന്നു, മൈസൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെ 3 പേരും 3 സ്ഥലത്ത് നിൽക്കണേക്കായും ഒരു സ്ഥലത്ത് നിൽക്കണതാണ് നല്ലത്. ഫൈൻ മെഡിക്കൽ കോളേജ് ആണ് കർണാടകയിൽ അല്ലേ? ഏറ്റവും ടോപ്പ് മോസ്റ്റ് മെഡിക്കൽ കോളേജ്. അപ്പൊ അതിലേക്ക് കിട്ടാനുള്ള റാങ്ക് ഉണ്ട്, മാർക്ക് ഉണ്ടെന്നാണ്. ഇൻഷാല്ലാ കിട്ടും. ഓക്കെ. അപ്പോൾ മൈസൂർ മെഡിക്കൽ കോളേജ് പഠിക്കും. ഞാൻ ചോദിച്ചു വന്നത്, ഈ വർഷം കഴിഞ്ഞ വർഷം പഠിക്കുന്നതിനേക്കാളും കൂടുതലായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് 4000 റാങ്കിലേക്ക്, ഓൾ ഇന്ത്യ 4000 അല്ലേ? അത് എനിക്ക് പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത് NCERT ഞാൻ ചെയ്തു നോക്കിയിരുന്നു എന്നാണ്. ഫിസിക്സ് ഒക്കെ NCERT പൊതുവെ ചെയ്യാൻ തോന്നൂല, ഭയങ്കര ലെങ്തി ആണ്, ടൈം എടുക്കും, ഒക്കെ എടുക്കും. പക്ഷെ എനിക്ക് ഇപ്രാവശ്യം എനിക്കൊരു വാശിയായിരുന്നു, NCERT മാക്സിമം ചെയ്ത് നോക്കണം. എല്ലാതൊന്നും ചെയ്തെത്തിയിട്ടില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. ആ ഒരു നല്ലോണം വൃത്തിക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനുള്ള ഇതിലായിരുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ കഴിയണ മാതിരി എനിക്കൊന്ന് ജസ്റ്റ്
എനിക്ക് ആ ഒരു പഠിക്കണം എന്നുള്ളൊരു ഇത് വരണം, നല്ലോണം പഠിക്കണം, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വേല് പോകണം, അങ്ങനെയുള്ള ഒരു ആഗ്രഹം ആദ്യം എന്നിൽ തന്നെ കൊണ്ടുവരണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പൊ ആദ്യത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ മെറ്റീരിയൽ പോലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു മെറ്റീരിയൽ പോലും ഇന്നെ കൊണ്ട് കഴിയുണ്ടായിരുന്നില്ല. ക്വസ്റ്റ്യൻസ് എനിക്ക് അതായിരുന്നു എപ്പോഴും എന്റെ പ്രശ്നം, ക്വസ്റ്റ്യൻസ് ചെയ്യണില്ല. അപ്പൊ എനിക്ക് ക്വസ്റ്റ്യൻസ് കുറെ കിട്ടും, പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല കൂടുതൽ ചെയ്യാൻ വേണ്ടിട്ട്. കൂടുതൽ ഈ വർഷം കൂടുതൽ ചേഞ്ച് ഉണ്ടാക്കിയത് പറയുകയാണെങ്കിൽ NCERT കൂടുതൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് അതിൽ പ്രോബ്ലംസ് ഇപ്രാവശ്യം എക്സാമിന് NCERT അതാണ് വന്നത്. NCERT ടഫർ പ്രോബ്ലംസ് ഒക്കെ കുറച്ചുകൂടി NCERT അതേപോലെ. അപ്പൊ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാതെ കുത്തിയ ആൻസർ വരെ ഉണ്ട്. കാരണം എനിക്ക് ഇത് കണ്ട് നല്ല പരിചയം തോന്നിയത് കൊണ്ട് ഞാനൊരു ആൻസർ കുത്തി, അത് ശരിയാവും ചെയ്തു. വേറെ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്തു തോന്നുന്നു? NCERT നന്നായി സ്റ്റിക്ക് ഓൺ ചെയ്തു. NCERT ടെക്സ്റ്റ് ഫിസിക്സ് ആണെങ്കിൽ പോലും ഞാനൊന്ന് ഓടിച്ചു പോയിരുന്നു, ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഓടിച്ചു പോയിരുന്നു. പിന്നെ എനിക്ക് കഴിയുന്നതിന്റെ പരമാവധി മാക്സിമം ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കിക്കും. ടെക്സ്റ്റിന്റെ ബാക്കിലുള്ള അഡീഷണൽ ആണെങ്കിലും ഞാൻ ഒറ്റക്കായിരുന്നില്ല, എന്റെ കൂടെ വേറെ ആളും. അങ്ങനെ പിന്നെ അത് കുറച്ച് ബിഗ് ആയി വന്നപ്പോ പിന്നെ ആ റിവിഷൻ പീരിയഡ് എത്തി. അപ്പൊ പിന്നെ അത് കൊണ്ടുനടക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞങ്ങളത് അവിടെ ഡ്രോപ്പ് ചെയ്തു. സ്റ്റഡി കമ്പാനിയൻ ഉണ്ടായിരുന്നു. എന്റെ കൂടെ തന്നെ ഒരാളുണ്ടായിരുന്നു. അപ്പൊ നല്ല മാർക്ക് വാങ്ങിച്ചോ? അവൾക്ക് അത്യാവശ്യം നല്ല സ്കോർ ഉണ്ട്. MBBS എന്തായാലും MBBS കിട്ടും. അപ്പൊ അങ്ങനെയല്ല, അവളും ഞാൻ ഒറ്റക്ക് ചെയ്താൽ അത് ചിലപ്പോ ശരിയാവൂല. കാരണം നല്ല ചടപ്പുള്ള പരിപാടിയാണ് ഈ NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ +1 +2 അല്ലല്ലോ, ഞങ്ങളത് റിപ്പീറ്റ് ചെയ്യല്ലേ. അതിൽ കുറെ ക്വസ്റ്റ്യൻസ് കണ്ടതുണ്ടാവും. പിന്നെ ഒരു ഗ്രൂപ്പ് വർക്ക് വരുമ്പോ നമുക്ക് ഒരാളെ തിങ്കിങ് മാത്രല്ലല്ലോ കിട്ടുക, ഒരാളെ തിങ്കിങ് മാത്രല്ല കിട്ടുക. ഇങ്ങനെ കുറെ ഡിസ്കഷൻ ഞങ്ങള് അല്ല, ഒരു ദിവസം ഞങ്ങള് പറയും ഇത്ര ടൈം, നമ്മള് മാക്സിമം ഇത്ര ടൈമിന്റെ ഉള്ളിൽ ഞങ്ങൾ അതിന് ക്വസ്റ്റ്യൻസ് വെക്കായിരുന്നു. ഇന്നൊരു 15 ക്വസ്റ്റ്യൻസ് ചെയ്യും. ബ്രേക്ക് ടൈമിലാണോ അത് വെക്കാറ്? സ്റ്റഡി ഹവേഴ്സ് അല്ലേ, അപ്പൊ നിങ്ങൾ ഹാളിൽ അവിടെ ഇരുന്ന് ഡിസ്കഷൻ ഒക്കെ പോസിബിൾ ആയിരിക്കും? ഞങ്ങൾക്ക് ഡിസ്കഷൻ ഹാൾ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോ നമുക്ക് എന്തെങ്കിലും വേറൊരാളോട് ഹെൽപ്പ് ചോദിക്കാനാണെങ്കിലും അയാളെ വിളിച്ചിട്ട് അയാള് ഫ്രീ ഉള്ള ടൈമിലാണെങ്കിൽ ഡിസ്കഷൻ ഹാളിൽ അവിടെ ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സിലല്ല, ഡിസ്കഷൻ ഹാളിൽ പോയിട്ട് ഡിസ്കസ് ചെയ്യാം. ക്ലാസ് നല്ല സൈലന്റ് ആയിരുന്നു അല്ലേ? ക്ലാസ് നല്ല ഫേവറിംഗ് ആയിരുന്നു. അത് കോർഡിനേറ്ററിന്റെ കഴിവാണ്. സ്പെഷ്യലി എടുത്ത് പറയണം അല്ലെ? ആതിര മിസ്സിന്, ജിഷ്ണ മിസ്. രാത്രിക്ക് ഞാൻ വരുന്നത് ഒക്കെ ഉണ്ടായിരുന്നു. ശരി, കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആണെങ്കിലും ടുവേർഡ്സ് ലാസ്റ്റിലേക്ക് നിങ്ങളുടെ ബാച്ച് എല്ലാവരും ഒരേ വൈബിലായിരുന്നു അല്ലെ? നല്ല എനർജറ്റിക് ആയിരുന്നു. ചെയ്ത് വാങ്ങിക്കണം. അവരങ്ങനെ ആക്കി എടുത്തതാ. അത് ഞങ്ങളുടെ മാത്രല്ല, അവരുടെ നല്ലോണം കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. കോർഡിനേറ്റേഴ്സ് അവര് എന്താണോ അത്യാവശ്യം എല്ലാരും നല്ലോണം ഒബ്സർവ് ചെയ്തിട്ട് എന്താണോ അവർക്ക് വേണ്ടത്, ചിലപ്പോ പ്രോത്സാഹനാവാം, ചിലപ്പോ ഒരു ചീത്ത പറയലാവാം, അങ്ങനെ എന്താണോ വേണ്ടത് ഓരുടെ മാക്സിമം ഒരു ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ വരുമ്പോ ആ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും യെസ് എന്ന് പറയുന്ന രൂപത്തിൽ ഒരു ഒറ്റ വോയിസിലായിരുന്നു ലാസ്റ്റ് എല്ലാരും കണ്ടിരുന്നതാണ്. ലാസ്റ്റ് എല്ലാരും നല്ല പോസിറ്റീവ് ആയിരുന്നു. അതൊക്കെ എനിക്ക് ഇവിടെ റെസിഡൻഷ്യൽ വന്നപ്പോ കിട്ടിയ മെറിറ്റ്സ് ആണ്. മേ ബി വീട്ടിലാണെങ്കിൽ ഭയങ്കര ഡിസ്ട്രാക്ഷൻ, ഭയങ്കര ടെൻഷനുള്ള ടൈം. ഇത് എല്ലാരും പരസ്പരം പോസിറ്റീവായിട്ട് അങ്ങനെ മുന്നോട്ട് പോകും. ഏതെങ്കിലും ഫ്രണ്ട്സിനൊക്കെ എടുത്ത് പറയാൻ പറ്റുന്നുണ്ടോ ഭയങ്കരമായിട്ട് നല്ല സപ്പോർട്ടിങ് ആണ് തോന്നിയ കാര്യങ്ങളൊക്കെ? അങ്ങനെ ഒരാളെ പറയുന്നില്ല, കാരണം പറഞ്ഞ പക്ഷെ ഒരുപാട് നല്ല കൂട്ടുകാരുണ്ടായിരുന്നു. അവിടുന്ന് പിള്ളേരൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് സർപ്രൈസിങ് ആയിരുന്നു അവർക്കൊക്കെ. നിങ്ങളൊരു ബേബി മാരീഡ് ആണ്, ബേബി ഉള്ള ഒരാളാണ് എന്നുള്ളത് അതെല്ലാവർക്കും സർപ്രൈസിങ് ആയിരുന്നു. ഞാൻ മാത്രമായിരുന്നു 5ാമത്തെ പ്രാവശ്യം ട്രൈ ചെയ്യണു. ഞാനൊരു വേറെ ക്യാമ്പസിലേക്ക് പോകുന്ന സമയത്ത് ഇൻഫെക്ഷൻ ഡിസീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, ചിക്കൻ ബോക്സോ ഹെപ്പറ്റൈറ്റിസ് ഒക്കെ വരുന്ന സമയമില്ലേ, അപ്പൊ ഞാൻ ബാക്കിയുള്ള ക്യാമ്പസിലൊക്കെ പോയിട്ട് പറയാറുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിക്കണം, മേ ബി കുട്ടികളുള്ള ആളുകളോ അല്ലെങ്കിൽ ക്യാരിങ് ഉള്ള ആളുകളോ ഒക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ഒരു എന്താ പറയാ, ഒരു കോമഡി ആയി തോന്നി, ചിരിച്ചു എല്ലാവരും. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ബാച്ചിൽ ഇല്ല എന്നുള്ളൂ, വേറെ ബാച്ചിലുണ്ട്, ആളുകളുണ്ട്. അപ്പോൾ അത്ഭുതത്തോടുകൂടി അവർ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബേബീനൊക്കെ വെച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഉണ്ടല്ലേ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വർഷം അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പറേഷനിൽ ചെയ്ത വേണ്ട എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ, നല്ലതായി തോന്നിയ ചില കാര്യങ്ങൾ പറഞ്ഞു. വേണ്ടാന്ന് തോന്നുന്ന കാര്യങ്ങൾ ടെൻഷൻ തന്നെയാണ്. പിന്നെ എപ്പോഴും കോൺഫിഡന്റ് ആയിരിക്കുക. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തതെങ്കിലും അതിൽ നല്ല കോൺഫിഡന്റ് ആയിരിക്കുക. എനിക്ക് അതൊക്കെ ആയിരുന്നു നല്ല പ്രശ്നം പറ്റിയത്. എക്സാം എഴുതുമ്പോ കൈ വിറക്കുക, അതൊക്കെ
പിന്നെ അതിൽ സാറിനൊരു വലിയ റോളുണ്ട്. നീറ്റ് എക്സാം എഴുതുമ്പോൾ നീറ്റ് എക്സാം ആണതെന്ന് വിചാരിച്ച് എഴുതുമ്പോഴാണ് പ്രശ്നം. എനിക്ക് തുടക്കത്തിലൊന്നും പ്രശ്നം ഉണ്ടാവാറുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രശ്നം ലാസ്റ്റ് വരെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. എക്സാം ഹാളില് ടൈം നോക്കിയിട്ട് ആകെ ടെൻഷനാവും, എഴുതാൻ കഴിയൂല, മനസ്സിൽ പെട്ടെന്ന് വരൂല, കൈയും കാലൊക്കെ ആകെ വിറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാവും. അത് പിന്നെ അവിടുന്ന് പുറത്തു വന്നാലേ ഭയങ്കര സങ്കടം. കാരണം മോക്ക് എക്സാം എഴുതുമ്പോ എനിക്കൊരു പ്രശ്നമില്ല. കാരണം നമ്മളെന്റെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്ന കാര്യമല്ലേ, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നുള്ള വൺ ഓഫ് ദ പില്ലർ മാത്രമാണ്. അതേപോലെ തന്നെ മെന്റൽ സ്റ്റെബിലിറ്റി, സ്ട്രെങ്ത് നല്ലോണം വേണം. അപ്പൊ സാറൊക്കെ ഒന്ന് വന്ന് പറഞ്ഞിരുന്നില്ല നീറ്റ് എക്സാം ആണ് അങ്ങനെ എഴുതരുത്, സാധാ ഒരു എക്സാം. പിന്നെ ഡോപ്പയിൽ തന്നെ കുറെ എക്സാംസ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാന് രണ്ടും മിക്സഡ് ആയിരുന്നു. അപ്പൊ ഞാന് എക്സാം ഹാളിൽ പോകുമ്പോ ഞാൻ അതായിരുന്നു, ഇപ്രാവശ്യം ഞാനിത് നീറ്റ് എക്സാം ആണ് എന്നുള്ള ഒരു രീതിക്ക് പോവില്ല. ഇതുവരെ ഞാൻ എഴുതിയ മോക്ക് എക്സാമിൽ ഞാൻ എക്സാം ഹാളിൽ ഇരുന്നിട്ടും അങ്ങനെയായിരുന്നു പറഞ്ഞത്. ഇങ്ങനെയൊക്കെ പ്രിപ്പയർഡ് ആയി പോയിട്ടും ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ടെൻഷൻ ആവരുത് നമ്മൾ എത്ര വിചാരിച്ചു കഴിഞ്ഞാലും നല്ല ടഫ് ക്വസ്റ്റ്യൻ വന്നിരുന്നത്. കഴിഞ്ഞ വർഷത്തെ മാർക്കിനെ താഴേക്ക് പോകുന്നു, ടഫ് പേപ്പറാണ്, അങ്ങനത്തെ ഫീലിംഗ് ഒക്കെ വന്നോ എക്സാം ഹാളിന്റെ ഉള്ളിൽ? ഇല്ല, എനിക്ക് അങ്ങനെ സാറ് പറഞ്ഞിരുന്നു. സാറ് ക്യാമ്പസിൽ വന്നപ്പോ സാറ് പറഞ്ഞിരുന്നു ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പറിനെ വിലയിരുത്തരുത്. ഇപ്പൊ ഈ എഴുതണത് വെച്ചിട്ട് നമ്മൾ ഏത് മെഡിക്കൽ കോളേജിലാ പോകുന്നത് എന്ന് പറയരുത്, അങ്ങനെയൊന്നും. അത് സാറ് പറഞ്ഞിരുന്നു. സാറിന് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. ഞാൻ പറഞ്ഞിട്ട് ഞാൻ എല്ലാ വർഷവും പിള്ളേരോട് പറഞ്ഞോണ്ടിരിക്കുന്നതാണ്. അപ്പൊ അല്ല, അതൊക്കെ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണല്ലോ സ്ട്രൈക്കിംഗ് ആയി തോന്നുന്നത്. അപ്പൊ എനിക്ക് അതിൽ സ്ട്രൈക്കിംഗ് ആയി തോന്നിയത് എക്സാം അതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പോയിട്ടില്ല. ഇല്ല, കാൽക്കുലേറ്റ് ചെയ്യാൻ പോവരുത്, ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ വിലയിരുത്താൻ പോവരുത്. അതൊക്കെ എക്സാം കഴിഞ്ഞിട്ട് എക്സാമിന്റെ ഉള്ളിൽ കിട്ടുന്ന ടൈമില് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ മാത്രം നോക്കുക, അത്രേ ഉള്ളൂ. കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണോ ടഫ്? ഈവൻ നമുക്ക് കിട്ടുവോ കിട്ടൂലേ അതൊന്നും ആലോചിക്കരുത്. പിന്നെ ലാസ്റ്റ്ക്ക് എനിക്ക് ചെറിയൊരു പേടിയൊന്നും, പക്ഷെ എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ഞാൻ എന്തായാലും അങ്ങനെ കയ്യും കാലും വരച്ചിട്ട് എഴുതാൻ പറ്റാത്തത് കാരണം എനിക്ക് നഷ്ടപ്പെടരുത് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലായോ നല്ല ടഫ് പേപ്പറാണ് ഇതാണ് വന്നതെന്നുള്ളത്? എനിക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറ്റിയത് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നില്ല. എനിക്ക് പേടിയായിരുന്നു, അറ്റൻഡ് ചെയ്താൽ നെഗറ്റീവ് വരും, അങ്ങനെ പേടിയായിരുന്നു. അതൊക്കെ എനിക്ക് ഡോപ്പേന്നാണ്, കോർഡിനേറ്റേഴ്സ് വഴിയാണെങ്കിലും അവരാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ട് ഇപ്പൊ ഈവൻ ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞല്ലോ, അവരും എന്നോട് ഇങ്ങനെ പറയുന്നു ഈ ഒന്ന് കൂടുതൽ അറ്റൻഡ് ചെയ്ത് നോക്ക്, എന്നാലേ മാർക്ക് കൂടുള്ളൂ. നമ്മൾ സേഫ് സോണിൽ തന്നെ ഇരുന്ന് കംഫർട്ട് സോണിൽ തന്നെ ഇരുന്നിട്ട് കാര്യമല്ല, കുറച്ച് റിസ്ക് എടുക്കണം. സാറിനെ സംബന്ധിച്ചിടത്തോളം മേ ബി ചെയ്യേണ്ട ഒരുവിധം കാര്യങ്ങളൊക്കെ സാറ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വന്നതിന്റെ ശേഷം അതൊരു ഫൈൻ ട്യൂണിങ്ങിന് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയി. മെന്റാലിറ്റി കീപ്പ് ചെയ്യാൻ, എങ്ങനെ ധൈര്യത്തോടെ എക്സാം അറ്റൻഡ് ചെയ്യാം, പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം, ക്വസ്റ്റ്യൻസ് എക്സാമിന് വേണ്ടിയുള്ള അപ്രോച്ചുകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നല്ല രൂപത്തിൽ കിട്ടി. എസ്പെഷ്യലി മെന്റേഴ്സ് നല്ല സപ്പോർട്ട് ചെയ്യും. ഞാൻ ആ ഗ്രൂപ്പ് നോക്കുന്ന സമയത്ത് മെന്റേഴ്സ് ഡെയിലി നിങ്ങളെങ്ങനെ ചില്ലാക്കി കൊണ്ടുവരും, ആക്ടിവേറ്റ് ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യും. വല്ലാണ്ട് ബഹളാണെങ്കിൽ നല്ല ചീത്ത പറയും. ഈ ഒരു പ്രോസസ്സിലൊക്കെ കൊണ്ടുവന്നിരുന്നു അല്ലേ? അപ്പൊ അതേതായാലും ഭയങ്കര യൂസ്ഫുൾ ആയി. എനിഹൗ എന്തിന് ഡോക്ടർ ആവാൻ താല്പര്യം? അങ്ങനെയൊന്നുമില്ല, എനിക്കിത് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. MBBS പഠിക്കണം എന്ന് ആഗ്രഹം കഴിഞ്ഞിട്ട് ഫർദർ സ്റ്റഡീസ് ആലോചിച്ചു. അങ്ങനെ ഒരു ഫിക്സഡ് ഒന്നുമില്ല. ഇതിലെന്തെങ്കിലും എല്ലാതും പഠിക്കുമല്ലോ, അപ്പൊ എന്താണ് കൂടുതൽ ഇഷ്ടമാണ് അപ്പൊ അതിലേക്ക് പോകണം എന്നാണ് സംഭവം. 5 വർഷം ഇനി MBBS മൈസൂർ മെഡിക്കൽ കോളേജ് വെച്ച് അടിപൊളിയായി പഠിക്കാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നത്. ആൻഡ് സംഭവം ചിലപ്പോൾ മേ ബി കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലേക്കൊക്കെ ആണ് വരുന്നതെങ്കിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് കിട്ടുന്ന മാർക്കൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷെ നിങ്ങളെ ഫസ്റ്റ് ഓപ്ഷൻ മൈസൂർ മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് അവിടെ വെച്ച് ഉഷാറായി പഠിക്കാൻ പറ്റട്ടെ. നല്ലൊരു സ്പെഷ്യാലിറ്റി എടുത്ത് ഫാമിലിക്കൊക്കെ ഇത്ര അധികം സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറയാൻ വേണ്ടി. ഹസ്ബൻഡ് ആവട്ടെ, കുട്ടിയാവട്ടെ, മദേഴ്സ് ആവട്ടെ, അത് എനിക്കും തോന്നിയത്, ഞാൻ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ കാര്യം അതൊന്നുകൊണ്ടും അല്ല, സാറിന്റെ ഹാർഡ് വർക്ക് കാരണം തന്നെയാണ് അവരെല്ലാവരും സപ്പോർട്ടിങ് ഒരു ബിഹേവിയറിലേക്ക് എത്തിയത് അല്ലേ? കാരണം നിങ്ങൾ ആ സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻ, അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് കഴിയും. ഒരു സീരിയസ് ആയി പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാവരും അതിന് കൂടെ വരാറുണ്ട്. ചില ആളുകളുണ്ട് പ്രിപ്പറേഷൻ ചെയ്യാണ്ടിരിക്കും, എന്നിട്ട് ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയും. പക്ഷേ ഇവിടെ ഇച്ചിരി ഡിഫറെന്റ് ആണ്. നിങ്ങൾ ആദ്യം മുന്നിട്ട് ഇറങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് എഫേർട്ട് എടുത്തു, പിന്നെ ലാസ്റ്റ് പക്ഷെ ഈ പ്രാവശ്യം ഞാൻ അധികം എനിക്ക് പറയാൻ അറിയില്ല. എനിക്ക് ഞാൻ വന്നത് കൊണ്ട് ഇപ്രാവശ്യം അൽഹംദുലില്ലാഹ് കിട്ടി. ശരിക്കും വരേണ്ടതായിരുന്നില്ല. ഞാൻ റെസിഡൻഷ്യൽ അല്ല, ഈവൻ ഒരു വട്ടം ട്രൈ ചെയ്യാൻ തന്നെ ഞാൻ ഇതുമാതിരി എനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സംഭവമാണ്. ഞാൻ എക്സാം കഴിഞ്ഞ റിസൾട്ട് ഇങ്ങനെ വന്നു, അപ്പൊ എനിക്ക് ഇത്ര റാങ്ക് ആണെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞല്ലോ മൈസൂർ മെഡിക്കൽ കോളേജ് ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ അതിന്റെ ഒരു ബോർഡിന്റെ മുന്നിലൂടെ അങ്ങനെ പോയി.
അപ്പൊ എനിക്ക് ഭയങ്കര, ഞാൻ അറിയാത്തതിന്റെ കണ്ണെന്നൊക്കെ വെള്ളം വന്ന് അപ്പോഴാണ് എനിക്ക് അത്രയും പ്രിയപ്പെട്ടതായിരുന്നു ഇതെന്ന് മനസ്സിലായി. ഫീൽ ആയതെന്നല്ലേ. എന്താണ് പ്രിപ്പറേഷൻ ചെയ്യാൻ പോകുന്ന പിള്ളേരോട് പറഞ്ഞു കൊടുക്കാൻ? മേ ബി +2 കഴിഞ്ഞിരിക്കുന്ന പിള്ളേരുണ്ടാവും, നിങ്ങൾക്ക് വല്ല എക്സ്പീരിയൻസും ഉണ്ട് അല്ലേ, മാരേജിലേക്ക് പോയ ആളുകളുണ്ടാവും, കുട്ടികളുള്ള ആളുകളുണ്ടാവും, അങ്ങോട്ട് തോന്നില്ല. എന്നാലും ഒരു പ്രിപ്പറേഷൻ ചെയ്യാൻ പോകുന്ന ആളോട് എന്താണ് സഹറക്കിൻ്റെ എക്സ്പീരിയൻസിൽ മേ ബി അനിയത്തിമാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്, അനിയന്മാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ആദ്യം ഇതെന്താണ്, എക്സാമിനെ കുറിച്ച് നല്ലോണം പഠിക്കുക, എങ്ങനെ പഠിക്കണം, എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം, അതൊക്കെ നല്ലോണം അറിയുന്ന ഒരാളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം എനിക്കൊക്കെ ഇത്രയും ടൈം എടുത്തത് അത് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ആയിരുന്നു, ഒരു പരിധി വരെ അത് മനസ്സിലാവാത്തത് കൊണ്ട്. പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസും ബാക്കി കാര്യങ്ങളും അതിന്റെ എക്സ്പെർട്സിന്റെ അടുത്ത് തന്നെ കിട്ടണം എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. കാരണം ഞാനൊക്കെ വിചാരിച്ചിരുന്നത് എല്ലാവരും എഴുതണ പോലെ എഴുതി അങ്ങനെ കിട്ടുന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ ഇത് അങ്ങനെ ഒന്നും കിട്ടൂല. കുറച്ച് മെത്തേഡ്സ് ഓരോരുത്തരനുസരിച്ചുള്ള ഫൈൻ ട്യൂണിംഗ് ഒക്കെ നിർബന്ധമാണ്. സാർ അറിയാം, ഇപ്പൊ നല്ലൊരു ടഫ് പോയിന്റിലൂടെ പ്രിപ്പയർ ചെയ്ത് എത്തി. സോ കുറേ കാര്യങ്ങൾ ലേൺ ചെയ്തു. ഇതിൽ നിന്ന് ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി കുറേ പിറ്റ് ഫോൾസ് പഠിച്ചു, അത് കറക്റ്റ് ചെയ്താണ് മുന്നോട്ട് പോയത്. ഇപ്പോൾ പുതിയ വരുന്ന ജനറേഷനിൽ ഇപ്പോൾ ഇന്ന് മുതൽ പഠിക്കാൻ തുടങ്ങിയ ആളുണ്ടാവും നെക്സ്റ്റ് ഇയറിലേക്ക്. അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഒരു അഡ്വൈസ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും? മുന്നേ പോയ ആളുടെ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യണം എന്നുള്ളതാണ്. എനിക്ക് അഡ്വൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ ആദ്യം പറയാനുള്ളത് കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പോകുക എന്നുള്ളത് തന്നെയാണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതിന് പകരം അതിന്റെ കോൺസെപ്റ്റ് അറിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക. അപ്പോ നമുക്ക് കുറെ വർക്ക് കുറയുക ചെയ്യാം. മാത്രമല്ല അതേപോലെ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അപ്രോച്ച് ചെയ്യാനുള്ള ആ കോൺസെപ്റ്റ് ക്ലിയർ ആകുമ്പോൾ ആ കോൺസെപ്റ്റിൽ തന്നെ നമുക്ക് കുറെ അതിന്റെ അതേ രീതിയിലുള്ള പല കോൺസെപ്റ്റുകളും അതിൽ കുറച്ച് ചെറിയ ഡീവിയേഷൻ വന്നിട്ടായിരിക്കും പല ക്വസ്റ്റ്യൻസും വരിക. അപ്പൊ അതൊക്കെ ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ഈ കോൺസെപ്റ്റ് ബേസ് ഫൗണ്ടേഷൻ എപ്പോഴും ക്ലിയർ ആക്കി വെക്കുക എന്നുള്ളതാണ്. പിന്നെ എന്താ വെച്ചാല് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ എണ്ണത്തിന്റെ അതേമാതിരി പ്രധാനമാണ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ചെയ്യുക എന്നുള്ളത്. നല്ല കോൺസെപ്റ്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മാതിരി ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറെ പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. തിയറി പോയിന്റ്സ് വായിച്ചു വരുന്നതിന്റെ കൂടെ ക്ലാസ്സിൽ സാർമാർ തന്ന ക്വസ്റ്റ്യൻസ് കുറെ പ്രാവശ്യം വീണ്ടും ചെയ്ത തന്നെ അറിയണതാണെങ്കിൽ പോലും ഒന്ന് ചെയ്തു നോക്കും, വീണ്ടും പ്രാക്ടീസ് ചെയ്തു റിവിഷൻ എന്നുള്ള ഒരു മെത്തേഡ് അതെപ്പോഴും ഞാൻ കൂടെ പോയിരുന്നു. പിന്നെ എന്താ വെച്ചാല് പിന്നെ ഈ പറഞ്ഞ മാതിരി ക്വസ്റ്റ്യൻസ് വൃത്തിക്ക് ചെയ്യുക, കൺസെപ്റ്റ് NCERT തന്നെ വാങ്ങിക്കുക. പിന്നെ NCERT തുടക്കത്തിലൊക്കെ ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഓരോടൊക്കെ പറയാനുള്ളത് NCERT ഫിസിക്സ് ആണെങ്കിൽ പോലും ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് നല്ല പരിചയമാവുക, നല്ല കോൺസെപ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ വായിച്ച് അത്യാവശ്യം ഒന്ന് വായിച്ച് നോട്ട് ചെയ്ത് വെക്കുക. അതാകുമ്പോൾ ലാസ്റ്റിക്ക് നല്ല ഉപകാരമാവും. ഞാനൊക്കെ പോയിന്റ്സ് അടയാളപ്പെടുത്തി അതൊക്കെ വായിച്ചു പോയിരുന്നു, അത് മാത്രം ലാസ്റ്റ് വായിച്ചു പോയിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ. പിന്നെ കെമിസ്ട്രി ആണെങ്കിലും അങ്ങനെ തന്നെ NCERT ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് കുറെ ചെയ്യുക. പിന്നെ ബയോളജി എല്ലാവർക്കും അറിയാലോ, മാക്സിമം വായിക്കുക, കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ബയോളജി ക്വസ്റ്റ്യൻസ് ചെയ്യണ്ടെന്നൊന്നും പറയില്ല, ചെയ്ത് തെറ്റി പിന്നെ ശരിയാവുമ്പോഴാണ് അത് നമ്മളെ മനസ്സിൽ നല്ലോണം പതിഞ്ഞിരിക്കുക എന്നുള്ളത്. ഓക്കെ, സാറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. എനിക്ക് കൺക്ലൂഷനായി തോന്നിയ മേ ബി അവരുടെ സക്സസ്സിൽ അവരുടെ ജേർണിയിൽ ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയ കുറേ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ ലേൺ ചെയ്യുക. ജസ്റ്റ് ഡോണ്ട് ഗോ ബൈ ഹാർട്ട് സം ക്വസ്റ്റ്യൻസ്, അതിന് ആൻസർ കിട്ടുന്നതിൽ മാത്രമല്ല അത് എന്തുകൊണ്ടായി എന്നുള്ളത് മനസ്സിലാക്കുക. അതും NCERT ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ ഫിസിക്സ് കെമിസ്ട്രി പഠിക്കാൻ പറ്റും നോക്കുക എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് റിവിഷനാണ്. +1 +2 ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അത്രക്ക് ലോഡില്ലല്ലോ, 2 വർഷം കൊണ്ട് പഠിച്ചാൽ മതി. അപ്പോ അത് ആ സമയം മുതലേ നോക്കണം. അവര് +1 ഇപ്പൊ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ആണല്ലോ, അപ്പൊ അങ്ങനെ പഠിച്ചു വരുന്നവര് +1 തന്നെ കൂടെ നീറ്റിന് പ്രിപ്പയർ ചെയ്യാണ്. ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അതിന്റെ കൂടെ തന്നെ പഠിച്ചു വരും, കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ട്. എത്ര തവണ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു രണ്ടാമത്തെ ചെറിയ അനിയത്തിയുണ്ടല്ലേ, അവർ ഇനി അങ്ങനെ നീറ്റിന് താല്പര്യം കാണിച്ചു കഴിഞ്ഞാൽ മേ ബി ഇന്റഗ്രേറ്റഡ് ഓൺവേർഡ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. ആള് ഇന്റഗ്രേറ്റഡ് ആണ്, ഞാൻ തന്നെ ആളോട് പറഞ്ഞത്. ആൾക്ക് ഇങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നു. ആൾക്ക് MBBS അങ്ങനെ താല്പര്യമൊന്നുമില്ല, പക്ഷെ ആൾക്ക് മെഡിക്കൽ ഫീൽഡിൽ
എന്തെങ്കിലും ആവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ആൾക്ക് നീറ്റ് എഴുതാനും താല്പര്യമുണ്ട്. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതാണ് എനിക്ക് ബെസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. സാധാ അങ്ങനെ പോകുന്നതിനേക്കാളും കുറച്ച് വീട്ടിൽ നിന്നാലും കുറച്ച് ഡീവിയേറ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ടാവാം ചിലപ്പോ. അപ്പോൾ സെർച്ച് ചെയ്യണമെന്ന് അതുകൂടി ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ +1 +2 കഴിഞ്ഞിട്ട് റിപ്പീറ്ററാ എന്ന് പറഞ്ഞിരിക്കുന്നത് മേബി ലോങ് ആയി പോവാം. ആ സമയത്ത് തന്നെ നിങ്ങൾ മാക്സിമം പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. മാത്രമല്ല മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി, കുറച്ചുകൂടി ആൻഷ്യസ് ആയിട്ട് എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നോ, ഇമോഷണൽ ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇമോഷണലായിട്ട് എനിക്ക് അതൊക്കെ ആയിരുന്നു പ്രശ്നം. ഞാൻ ഭയങ്കര ഇമോഷണലായിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ 4 വർഷം പഠിച്ചതല്ലേ, അപ്പൊ എനിക്ക് ഇപ്രാവശ്യം എന്തായാലും കിട്ടേണ്ടതല്ലേ, അപ്പൊ ഞാൻ തന്നെ ഇരുന്ന് വിലയിരുത്തായിരുന്നു എനിക്ക് എന്തായാലും കിട്ടണം. കൂടുതൽ പെർഫോമൻസ് ആങ്സൈറ്റിയിലേക്ക് പോകുന്നുള്ളതാണ് ഭയങ്കര, അത് നമ്മളെ പെർഫോമൻസ് ലെവൽ കുറക്കുക ചെയ്യുള്ളൂ. അപ്പൊ ഇപ്രാവശ്യം സാറ് ക്യാമ്പസിൽ സാറ് പറഞ്ഞിരുന്നു, ഇമോഷണലായിട്ട് നിങ്ങൾ ഒരിക്കലും അപ്രോച്ച് ചെയ്യരുത്, ഞാൻ അത്രയും കാലം പഠിച്ചതാണ്, അപ്പൊ എനിക്ക് എന്തായാലും ഇത് കിട്ടണം, അങ്ങനെയൊന്നും നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെക്കരുത്. ഇപ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഏറ്റവും കൂടുതൽ ചേഞ്ച് എത്തിയത് അതൊക്കെ തന്നെയാണ്. ടെൻഷൻ മാക്സിമം ഒഴിവാക്കുക. പിന്നെ ഞാൻ ഇത്രയും ഇതിനു വേണ്ടി പഠിച്ചു അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ എനിക്ക് പറ്റണ മാക്സിമം പോയി എഴുതും. അതൊരു വല്ലാത്തൊരു അപ്രോച്ച് തന്നെയാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ അപ്രോച്ച്. നിങ്ങൾ കയറുന്ന സമയത്ത് ഒരു ഫാദർ വന്ന് മീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും. കയറുന്ന സമയത്ത് അവരും ഒരു ജിപ്മറിലേക്കൊക്കെ +2 ഒരു ടോപ്പ് റാങ്ക് മാർക്ക് എത്തിയ പേഴ്സണാണ്. ബട്ട് അങ്ങനെ എത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ പ്രഷർ അല്ലെങ്കിൽ പ്രതീക്ഷകൾ കൂടുതൽ വെക്കും. അത് വെച്ചുകൊണ്ട് നമ്മൾ ഡിഫറെൻറ്റ് കാര്യത്തിന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് സക്സസ് ആവണമെന്നില്ല. അപ്പൊ അതിലേക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ വീണ്ടും രണ്ടാമത് സെർച്ച് ചെയ്യണം. പുതിയ ഗെയിം എപ്പോഴും പുതിയ തന്നെയാണ്. നീറ്റ് UG +2 നല്ല മാർക്ക് വാങ്ങിച്ചു എന്നതുകൊണ്ട് നീറ്റിൽ മാർക്ക് കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പൊ അതിലേക്ക് വേണ്ട കാര്യങ്ങൾ ഇപ്പൊ ചില ആളുകൾ വിചാരിക്കും ജന്മന എനിക്ക് കുറെ കഴിവുകളുണ്ട് അത് ഉപയോഗിക്കും. അങ്ങനെയല്ല, എല്ലാത്തിനും അതിൻ്റെതായ വേ ഉണ്ട്. ആ വേ പഠിച്ചെടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ആ സമയത്ത് നമുക്ക് ഒരു നമ്മൾ എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ആ ഇമോഷൻ കൊണ്ടുവരുന്നത് നല്ലത്. എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അത് കംപ്ലീറ്റ് ആക്കി വെക്കുക എന്നുള്ള കാര്യങ്ങൾ. ഓരോരുത്തർക്ക് എല്ലാവർക്കും ഒരു വേ ശരിയാവണം എന്നില്ല. പലർക്കും ഇപ്പൊ എന്റെ അപ്രോച്ച് പറഞ്ഞാല് ഞാൻ മാക്സിമം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചൊക്കെ ചെയ്തതായിരുന്നു. അപ്പൊ എനിക്ക് NCERT ചെയ്യണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ഞാൻ NCERT എക്സാമ്പിളും എക്സസൈസും എന്നെ കൊണ്ട് കഴിയണമായി ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു, നമ്മള് കല്യാണം കഴിച്ചു വിട്ടു, അത് നമ്മളെ മക്കളെ ഭാവി ആലോചിച്ചിട്ട് നമ്മൾ ചെയ്തില്ല. അതിന് നല്ല ഓളെ ഭർത്താവും വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടും നല്ല ഫാമിലിയാണ്. അതങ്ങനെ നല്ല ഇത് ബന്ധം വന്നപ്പോൾ കല്യാണം കഴിച്ചു വിട്ടു എന്നുള്ളൂ. പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു എവിടെക്കെങ്കിലും ഒക്കെ മക്കൾ എത്തിപ്പെടണം എന്നുള്ളത് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം.